ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. മെസ്സി വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ 2 തവണ നേടിയിട്ടുണ്ടെങ്കിലും ഗോൾഡൻ ബൂട്ട് ഇതുവരെ നേടിയിട്ടില്ല. ഇത്തവണ അതിന് വിരാമം കുറിക്കുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നലെ കിലിയൻ എംബപ്പെ ചെറുതായൊന്ന് പണി പറ്റിച്ചിട്ടുണ്ട്. അതായത് ഇന്നലത്തെ മത്സരത്തിൽ 2 ഗോളുകളാണ് ഇംഗ്ലണ്ടിനെതിരെ കിലിയൻ എംബപ്പെ സ്വന്തമാക്കിയത്. കൂടാതെ ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. ഇതോടുകൂടി ഗോൾഡൻ ബൂട്ട് റേസിൽ മെസ്സിയെ മറികടന്നുകൊണ്ട് 1ാം സ്ഥാനം സ്വന്തമാക്കാൻ എംബപ്പയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 10 ഗോളുകളും 4 അസിസ്റ്റുകളും ഈ വേൾഡ് കപ്പിൽ കിലിയൻ എംബപ്പെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മെസ്സിയുടെ കാര്യത്തിലേക്ക് വന്നാൽ 8 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ഇന്ന് സ്പെയിനിനെതിരെ നടക്കുന്ന മത്സരത്തിൽ ഹാട്രിക് നേടിക്കഴിഞ്ഞാൽ മാത്രമാണ് ലയണൽ മെസ്സിക്ക് തനിച്ച് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ സാധിക്കുക. അത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ മെസ്സിയെ എഴുതി തള്ളാൻ കിലിയൻ എംബപ്പെ ഇപ്പോൾ ഒരുക്കമല്ല. അതായത് മെസ്സി എന്തായാലും സ്പെയിനിനെതിരെ ഗോൾ അടിക്കും എന്നാണ് എംബപ്പെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എപ്പോഴും ഗോൾ നേടുന്നവനാണ് മെസ്സി. നാളത്തെ മത്സരത്തിലും അദ്ദേഹം ഗോൾ അടിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ബൂട്ടിന് ഞാൻ വലിയ പരിഗണന നൽകുന്നില്ല. അതിനേക്കാൾ എനിക്കിഷ്ടം വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിക്കുന്നതായിരുന്നു. ഇതാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം കിലിയൻ എംബപ്പെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം 4-നെതിരെ 6 ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ ഫ്രാൻസിന് ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടേണ്ടി വന്നിട്ടുള്ളത്. മത്സരത്തിൽ കിലിയൻ എംബപ്പെ 2 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കി എന്നുള്ളതാണ്. കൂടാതെ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡും ഇപ്പോൾ കിലിയൻ എംബപ്പെ സ്വന്തം പേരിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. 22 ഗോളുകളാണ് വേൾഡ് കപ്പ് ചരിത്രത്തിൽ കിലിയൻ എംബപ്പെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.